നിങ്ങളൊരു 5000 രൂപ ഇതോടുകൂടി തീർന്നില്ല ഇടപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു റീലാട്ടോ. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ബന്ധവും കൂടി ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഒരാൾ നമ്മളിത് പൈസ കടം ചോദിക്കുമ്പോൾ എന്താ പറയുക, അവൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ കൊടുക്കും. ഒരു ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റ് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ടും ഒരു പക്ഷെ ആ പൈസ തിരിച്ചു കൊടുക്കില്ല. പട്ടിണി കിടക്കണോനെ ഒരു 10 രൂപ കിട്ടിയാല് ഓനതൊരു ലോട്ടറിയാണ്. അനക്കന്നേ എന്റെ 5000 ഉറുപ്പ്യ ഒരു ലോട്ടറി ആയിരുന്നു. ഇതുവരെ ഞാൻ ആ പൈസ ചോദിച്ചു വന്നില്ലല്ലടാ. ആ പറഞ്ഞ സത്യട്ടോ. നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ പൈസ എത്രത്തോളം വിലയുള്ളതാണെന്നുള്ള കാര്യം നമുക്കത് മേടിക്കുമ്പോൾ അറിയാം. പക്ഷെ ആ തന്ന ആള് അത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് പല ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും അല്ലേ. മുരളിയേട്ടാ, ഞങ്ങളെ ഫോണിലേക്ക് കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിളിച്ചീന് എന്റെ ഫോണ് സൈലന്റ് ആയി പോയിനടാ. എന്തിനാ വിളിച്ചേ? മുരളിയേട്ടാ, നിങ്ങൾ ഇല്ലാന്ന് പറയരുത്. എൻ്റെ ഭാര്യ ഹോസ്പിറ്റലാണ്. ഒരു 5000 രൂപ നിങ്ങൾ സംഘടിപ്പിച്ചു തരുമോ? അയ്യോ, അങ്ങനെ പറയില്ലേ. എങ്ങനെയെങ്കിലും നിങ്ങൾ റെഡിയാക്കി തരും. നിങ്ങളതിൻ്റെ അവസാന പ്രതീക്ഷ. അടുത്ത 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റെഡിയാക്കി തരാം പ്ലീസ്. അത്രയ്ക്ക് അത്യാവശ്യമാണ്. വേറൊരാവശ്യത്തെ ഇങ്ങനൊക്കെ സാഹചര്യങ്ങൾ, ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ മേടിക്കും. പക്ഷേ ഈ തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ആ ചൂടുണ്ടാവാറില്ല എപ്പോഴും അല്ലേ. വെച്ച പൈസയാണ് ഇപ്പൊ കയ്യിലുള്ളത്. അത് വേണം തിരിഞ്ഞ് എനിക്ക് തരാം. എന്റെ ആവശ്യം നടക്കട്ടെ. ഇത് ഹോസ്പിറ്റൽ കേസല്ലേ. 20-ാം തീയതി വൈകരുത് കേട്ടോ. ഇല്ല മുരളിയേട്ടാ, 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് തരും. എന്നാൽ ശരിയാ. ഇവനെന്തായാലും ഇവനെന്നല്ല കേട്ടോ, ആ തിരിച്ചു കൊടുത്ത രംഗമുണ്ടല്ലോ, പലരും എറിഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ആ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കും ചിലർ ആ പൈസ തിരിച്ചു കൊടുക്കുക. നമ്മൾ മേടിച്ച സാഹചര്യം എങ്ങനെയാണ് അല്ലേ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് പറ്റിയിട്ടുള്ളൊരു റീലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൈ.